യമനിൽ കൊലപാതക കേസിൽപ്പെട്ട് വധശിക്ഷ കാത്തുകഴിയുന്ന നിമിഷപ്രിയക്കൊപ്പം നിൽക്കാത്തവരൊന്നും മനുഷ്യരല്ല എന്ന രീതിയിലാണല്ലോ 2 ദിവസമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരുപാട് പ്രചരണങ്ങളൊക്കെ. നിമിഷപ്രിയ എന്തോ വലിയ പാതകം ചെയ്ത വ്യക്തിയാണ് എന്ന ചിന്തയിലൊന്നും അല്ല ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. ഞാൻ അതും പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് വന്ന കമന്റ്സ് മുഴുവൻ ഞാൻ ഒരു വിഷമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു കൊലപാതകയ്ക്കൊപ്പം നിൽക്കാത്തതാണോ വിഷം എന്നതുകൊണ്ട് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ഇതേപോലെ തന്നെ ഒരു കൊലപാതക കേസിൽപ്പെട്ട് 14 വർഷം ജയിലിലായിരുന്ന കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ജയിൽ മോചിതയാവുന്നുണ്ട്. അവരോടും ഇതേ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം തന്നെയാണോ നിങ്ങൾക്കുള്ളത് എന്നാണ് എനിക്കറിയേണ്ടത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന നീതിബോധത്തെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താലോ. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളെ കുറിച്ച് ഒന്നും കൂടി പറയുകയാണ്. നിങ്ങളുടെ സംഭാവനകളാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പബ്ലിക് ഒപ്പീനിയന് വേറെ വരുമാനം ഒന്നുമില്ല. തീർച്ചയായും ഇതിനകത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട്, ആ ഒരു എമൗണ്ട് ആയിരുന്നു മന്ത്ലി ഞങ്ങളുടെ ഒരു ഇൻകം എന്ന് പറയുന്നത്. കുറെ പേര് റിപ്പോർട്ട് അടിച്ച് സഹായിച്ചത് കൊണ്ട് ആ ഇൻകം ഇപ്പോൾ വരുന്നില്ല. അതുകൊണ്ടാണ് പ്രേക്ഷകരോട് സഹായിക്കാൻ പറയുന്നത്. ഇതൊരു തെണ്ടലാണെന്നൊക്കെ ഒരുപാട് പേര് വ്യാഖ്യാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കമന്റിൽ കണ്ടു, ഈ നിമിഷപ്രിയക്കെതിരെ പറഞ്ഞതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് ഞാൻ പറയുകയാണ്, എന്നെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ പുറകിൽ എന്റെ ഒരു വലിയ എഫേർട്ട് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ 1 രൂപ തന്ന് നിങ്ങൾ എന്നെ സഹായിക്കുമോ? എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ ചോദിക്കുമല്ലോ. ഓരോ ദിവസവും ഓരോ കണ്ടന്റും ഞാൻ എന്റെ ഈ ശബ്ദം വെച്ചിട്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. ഈ പറയുന്ന കാര്യം തുടർന്നു കൊണ്ടുപോകാൻ, ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ജോലിക്ക് കൂലി എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംഭാവനയായി ചോദിക്കുന്നത്. അത് സംഭാവനയായി തരാനാണ് പറയുന്നത്. കാരണം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന കൂലിയുടെ കിട്ടാതായിരിക്കുന്നു കുറെ ആളുകളുടെ ഉപദ്രവം മൂലം. അപ്പൊ ആ ആളുകളിൽ നിന്ന് കൂടി എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കിതൊന്നും പറ്റുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരോട് സഹായം അഭ്യർത്ഥിച്ചത്. ഇതൊരു തെണ്ടലാണെന്ന് വ്യാഖ്യാനിക്കുന്നവർ അങ്ങനെ വ്യാഖ്യാനിച്ചോളൂ. ഞാൻ ഇത് ജോലി ചെയ്തിട്ട് എനിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണെന്ന് തന്നെ വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെ അഭിമാന പുരസ്കാരം ഇതിനെ കരുതുന്നു. കാരണം മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള വഴികൾ അത് ഏത് തന്നെ ആയാലും അത് പിന്തുടരാം. അല്ലാതെ അഭിമാനത്തിന്റെ പേരിൽ മരിച്ചു കളയുന്നവരൊന്നും വലിയ മഹാന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തെണ്ടൽ തുടരുന്നു, നിങ്ങൾ എന്നെ സഹായിക്കുന്നതും തുടരുക എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നിമിഷപ്രിയയുടെ വിഷയത്തിലേക്ക് പോകാം. നിമിഷപ്രിയയുടെ കാര്യം തന്നെ എടുക്കാം. നിമിഷപ്രിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന നിലയിലാണ് ഒരുപാട് പേര് ഈ 2-3 ദിവസമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. 2017 നിമിഷപ്രിയ ശിക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു വിധി വന്നു. ഇന്ന ദിവസം നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കും. അതിനെന്താണ് അർത്ഥം? അവർ ഈ പാതകം ചെയ്തു എന്നതാണ്. ഈ കൊലപാതകം അവർ ചെയ്തു എന്നതാണ്. എന്നാൽ ഇപ്പൊ മാത്രം അതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ അവരിത് ചെയ്തിട്ടില്ല എന്ന നിലയിൽ വരുന്നുണ്ട്. അവര് ഇത് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിക്കണം എന്ന നിലയിലും പറയുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ആ കാരണങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. അവരുടെ തന്നെ ഒരു ഇന്റർവ്യൂ മലയാള മനോരമയുടെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ അത് വായിച്ചതാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിമിഷപ്രിയ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അവർക്ക് ഇപ്പോഴും ജയിലിനുള്ളിൽ വാട്സപ്പ് അടക്കം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഉണ്ടെന്നും അതിൽ നിന്നും വീഡിയോ കോൾ വിളിക്കാൻ പറ്റുമെന്നും ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത് വീഡിയോ കോൾ വഴിയാണ്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും അവർ ആ ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് നിമിഷപ്രിയ പറയുന്നത് ഇദ്ദേഹമായിട്ട് നല്ല രീതിയിലായിരുന്നു, ഇവര് ബിസിനസ് ഒക്കെ തുടങ്ങി അവിടെ എത്തിയതിന് ശേഷം ഫേക്ക് ആയിട്ട് ഇവർ തമ്മിൽ മാരേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇയാൾ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി ഇവരെ ട്രാപ്പ് ചെയ്തു, ഇവരുടെ ഫണ്ട് മുഴുവനും തട്ടിച്ചെടുത്തു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഇവര് പരാതിപ്പെട്ടു. യമൻ പോലീസിൽ തന്നെ പരാതിപ്പെട്ടപ്പോ എന്താ ഉണ്ടായത്? ഇവിടത്തെ ആളുകളുടെ പറച്ചില് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിമിഷപ്രിയക്ക് ഭാഷയൊന്നും അറിയാത്തത് കൊണ്ട് നിമിഷപ്രിയനെ 7 ദിവസം പിടിച്ച് ജയിലിലാക്കി. അതായത് അവര് പറഞ്ഞത് തിരിഞ്ഞു. അവരാണ് കുറ്റവാളി എന്ന് വിചാരിച്ചിട്ട് 7 ദിവസം ജയിലിലാക്കി എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. പക്ഷെ നിമിഷപ്രിയ പറയുന്നത് 2 പേരും ജയിലിലായിരുന്നു എന്നാണ്. അതായത് വിവാഹ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി 2 പേരും ജയിലിലായിരുന്നു. എന്നാൽ നിമിഷപ്രിയ 7 ദിവസം കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തിറങ്ങി തലാല് പുറത്തിറങ്ങിയിരുന്നില്ല. അയാൾ കുറച്ചധികം നാള് ജയിലിനകത്തായിരുന്നു. ഇവരുടെ പാസ്പോർട്ട് അയാൾ കൈവശം വെച്ചിരുന്നു, അത് വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് കൊന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. പാസ്പോർട്ട് അയാളുടെ കയ്യിലാണെങ്കിൽ അയാൾ ജയിലിലായിരുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് പരാതിപ്പെടാനായിട്ട് നിമിഷപ്രിയക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അവരത് ചെയ്തില്ല. പകരം എന്താണ് ചെയ്തത്? അവര് ഇന്ത്യൻ എംബസിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ പാസ്പോർട്ട് കളഞ്ഞുപോയി എന്ന് പരാതിപ്പെട്ടു. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന നിങ്ങളൊക്കെ പറയുന്നത് പോലെ നിമിഷപ്രിയ വളരെ ജെനുവിൻ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് യമൻ പോലീസിന്റെ സഹായം അവർ തേടിയില്ല? വിവാഹ തട്ടിപ്പ് എന്ന് പറയുന്ന സംഗതി ഓൾറെഡി ശ്രദ്ധയിൽപ്പെട്ടു. 2 പേരും ജയിലാണ്. അയാൾ ഓൾറെഡി ജയിലിലാണ്. അയാളുടെ ഭീഷണി ഇപ്പൊ അവർക്കില്ല. അപ്പൊ അവർക്ക് പറയാമല്ലോ, എന്റെ പാസ്പോർട്ട് അടക്കം ഇയാൾ കൈവശം വെച്ചിരിക്കുകയാണ്, അതാണ് പ്രശ്നം, അങ്ങനെ ഇയാൾ എന്നെ കുടുക്കിയതാണെന്ന് പറയാലോ. പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിന് പകരം പാസ്പോർട്ട് കളഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞത്രേ, നോർമലി എല്ലാ രാജ്യത്തിലും ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ഇവിടെ ആണെങ്കിലും നമ്മുടെ പാസ്പോർട്ട് കളഞ്ഞു പോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ പരിപാടി പരസ്യം കൊടുക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇത് കളഞ്ഞു പോയി, ഇതൊരു എവിഡൻസും കൂടിയാണ്. നാളെ ആ പാസ്പോർട്ട് വേറൊരാൾ ദുരുപയോഗം ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ, ഓൾറെഡി എന്റെ കയ്യിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു, ഞാൻ അതിനെ പറ്റിയിട്ട് പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഒരു എവിഡൻസും കൂടിയാണ് അത്. അപ്പൊ ഇത് ചെയ്യാനാണ് നിമിഷപ്രിയോട് പറഞ്ഞത്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറ്റായിക. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, വേറൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയാൽ പത്രപരസ്യം കൊടുക്കാനായിട്ട് നമുക്ക് എന്താ സിറ്റിസൺഷിപ്പ് വേണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ജാമ്യം വേണോ?
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയില്ല. നിമിഷപ്രിയ ഇന്നലെ പോയ കുട്ടിയൊന്നുമല്ല, ഒരുപാട്, അതായത് അവർക്കിപ്പോ ഭർത്താവും കുട്ടിയുണ്ട്, അതിനൊക്കെ കല്യാണത്തിനൊക്കെ മുമ്പ് അവർ യമനിലായിരുന്നു. അത്രയും വർഷം അവിടെയുള്ളവർക്ക് അവിടുത്തെ നിയമത്തെ പറ്റിയും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയാം. പത്രപരസ്യം കൊടുക്കാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? പാസ്പോർട്ട് ഇയാളുടെ കയ്യിലാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ ഇവര് കൊന്നു എന്ന് പറയുന്ന സിറ്റുവേഷന്റെ കാഠിന്യം എന്താണെന്നുള്ളത് അവരുടെ വാക്കുകളിൽ തന്നെ നോക്കിയാൽ അതിനൊരു കാഠിന്യവും ഇല്ല. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കഥകൾ മാനിപ്പുലേറ്റ് ചെയ്ത് ആക്ഷൻ കൗൺസിൽ ഉള്ളവർ ഒരു കഥ പറയുന്നു, ഇപ്പുറത്ത് വായിച്ചു അറിഞ്ഞവർ ഒരു കഥ പറയുന്നു, മതത്തിന്റെ പേരിൽ നിൽക്കുന്ന ആൾക്കാർ വേറെ കഥ പറയുന്നു. ഈ കുറെ കഥകളും കാര്യങ്ങളൊക്കെ കൊണ്ട് കുഴഞ്ഞു പറഞ്ഞെങ്കിലും സത്യം ഇതാണ്. ഇവർ ഓവർഡോസ് കുത്തിവെച്ചു, അതായത് ഒരു തവണ ഡ്രഗ് കുത്തിവെച്ചു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ടായിരിക്കും തലാൽ ഒന്നെങ്കിൽ തലാലിനെ മയക്കിയിട്ട് വേണം ഡ്രഗ് കുത്തിവെക്കണം, അല്ല അയാൾ കോൺഷ്യസ് ആയിട്ട് ഡ്രഗ് കുത്തിവെക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ അയാൾക്ക് വിശ്വാസമായിരിക്കണം. ഒരു പക്ഷെ എന്തെങ്കിലും ഒരു മെഡിസിൻ അയാൾ എടുക്കുന്നുണ്ടായിരിക്കണം. ആ മെഡിസിൻ ആണെന്ന് ഓർത്തായിരിക്കണം ഇഞ്ചക്ട് ചെയ്യാനായിട്ട് നേഴ്സ് ആയിട്ടുള്ള ഭാര്യയായിട്ട് തന്നെയാണ് അവിടെ നിന്നിരുന്നത്, അനുവദിച്ചത്. അപ്പൊ അയാൾ ഇഞ്ചക്ട് ചെയ്തു, എന്നിട്ട് മരിച്ചില്ല എന്ന് കണ്ടപ്പോ, അല്ലെങ്കിൽ മയങ്ങിയില്ല എന്ന് കണ്ടപ്പോ രണ്ടാമത് ഇഞ്ചക്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, ചാടിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മയക്കാനുള്ള മരുന്ന് കൊടുത്തത്. അപ്പൊ ഇയാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവർക്ക് ചാടാവായിരുന്നില്ലേ? അപ്പൊ എന്താ പോവാഞ്ഞത്? അപ്പൊ എത്ര പേര് സഹായത്തിന് വന്നു? ഒരുപാട് പേര് സഹായത്തിന് വന്നു എന്ന് പറയുന്നുണ്ട്. ആ സഹായത്തിന് വന്നവരെ കൊണ്ട് ഗൂഢാലോചന ചെയ്ത് ഇയാളെ കൊല്ലുക ചെയ്തേ, അല്ലാതെ ചാടിപ്പോവാൻ 10 അവസരം ഉണ്ടായിട്ട് ചാടിപ്പോയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഗദ്ദാമ സിനിമയിലൊക്കെ കാണുന്ന പോലെ മതിൽക്കെട്ടിന്റെ അകത്ത് അടച്ചിട്ടിരിക്കുമെന്നും ആയിരുന്നില്ല നിമിഷപ്രിയയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല. കുടുക്കി എന്ന് പറഞ്ഞാൽ പൈസ പരമായിട്ടും നിയമപരമായിട്ടും അല്ലാതെയുള്ള അവർക്ക് അവിടെ യമന്റെ നിയമപരമായിട്ടുള്ള എല്ലാ സേവനങ്ങളും അവർക്ക് തേടാനുള്ള എല്ലാ വഴികളും ഉണ്ടായിരുന്നു. അവർ പോയില്ല. അതിന് പകരം അവരെ പ്ലാൻ ചെയ്ത് ഇയാളെ കൊന്നിട്ട് എന്താ ചെയ്തേ? കൂട്ടുകാരിനെ വിളിച്ച്, അവിടെ തന്നെ നേഴ്സ്, അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള ഹനാനെ വിളിച്ചിട്ട് ഇത് 110 പീസായിട്ട് നുറുക്കിയിട്ട് എന്താ ചെയ്തത്? കവറിൽ കെട്ടിയിട്ട് ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ ഫ്ളാറ്റിന്റെ മേളിത്തെ ആളുകളുടെ യൂസിനുള്ള വെള്ളത്തിന്റെ വാട്ടർ ടാങ്കിന്റെ ആ ഒരു ഇതിനകത്ത് കൊണ്ടുപോയിട്ടിട്ട് മുങ്ങുവാണ് ചെയ്തത്. ഇവരെയാണോ നിങ്ങൾ പറയുന്നത് ഈ മനുഷ്യത്വത്തിന്റെ പേരിൽ രക്ഷിച്ചു കൊണ്ടുവരണ്ടേ? ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഇവരൊരു ക്രിമിനൽ ആയിട്ട് തോന്നുന്നില്ല? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെങ്ങനെയാണ് നിങ്ങൾ വെളുപ്പിക്കുന്നത്. ഇവർ പ്ലാൻ ചെയ്ത ഒരു ക്രിമിനലിസമാണ്. പിന്നെ രണ്ടാമത് പറയുന്ന ഒരു വാദം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് ഇവർക്ക് അവിടെ ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റിയില്ല, ഇവരുടെ ഭാഗത്തു നിന്ന് ഉള്ള കൗണ്ടറുകൾ ഇവർക്ക് ബോധിപ്പിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഇവരുടെ പ്രോസിക്യൂട്ടറിനെ യമൻ ഭരണാധികാരികൾ അവർ തന്നെയാണ് ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ലാംഗ്വേജും ഇവരുടെ ലാംഗ്വേജും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ടാണല്ലോ അവർ ഏർപ്പാടാക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഏർപ്പാടാക്കുമോ? അദ്ദേഹം ഇപ്പൊ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വളരെ ക്ലിയർ ആയിട്ട് എന്താണ് ഇതിനകത്ത് പറ്റിയത്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ യമനിലും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകൊണ്ടാണല്ലോ ഈ കേസ് ഇവിടം വരെ എത്തിയത്, വധശിക്ഷ മരവിപ്പിക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയത്. അപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു ന്യായമില്ല. നിമിഷപ്രിയ അവരുടെ കൗണ്ടർ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? ഞാൻ എന്റെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൊന്നുപോയതാണ്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് രക്ഷപ്പെടാൻ പല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അവരാരും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ ജയിലിലായിരുന്നപ്പോൾ പോലും, അവർ സ്വതന്ത്രയായിരുന്ന സമയത്ത് പോലും ഇയാൾക്കെതിരെ യാതൊരു രീതിയിലുള്ള നിയമ നടപടിക്കും അവർ പോയില്ല. അതിന്റെ അർത്ഥം എന്താ? അവർക്ക് എന്തെങ്കിലും കള്ളക്കളി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇയാളെ കൊന്നേ തീരുന്ന അവർക്ക് വാശി ഉണ്ടായിരിക്കണം. അല്ലെ? നിങ്ങളൊരു കോമൺ സെൻസ് വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. രണ്ടാമതായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മൃതശരീരത്തിനെ ഒരു വധിക്കുന്നതിലും ഹീനമായിട്ടുള്ള ഒരു കൃത്യമായിട്ട് എല്ലാ രാജ്യങ്ങളും വീക്ഷിക്കുന്ന ഒരു സംഗതിയാണ് മൃതശരീരത്തിനെ അപഹാസ്യപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് 110 കഷ്ണമായിട്ട് ഒരു മനുഷ്യനെ മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെ എങ്ങനെ ക്ഷമിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അയാൾ എന്ത് തെറ്റും ചെയ്യുന്ന ആളായിക്കോട്ടെ, അയാൾ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അയാളെ പിടിച്ച് നിയമത്തിലേപ്പിക്ക്, നിയമം ശിക്ഷിക്കട്ടെ അയാളെ. സ്വയം ശിക്ഷ വിധിക്കാൻ നിമിഷപ്രിയ ആരാണ്? എങ്ങനെ അവരുടെ വീട്ടുകാർ ക്ഷമിക്കുന്നേ? ഒരു രാജ്യത്തും ക്ഷമിക്കില്ല. ഇപ്പൊ നമ്മുടെ പൗരന്മാര് അല്ലെങ്കിൽ നമ്മുടെ ജവാന്മാര് അപ്പുറത്തെ രാജ്യത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ മൃതശരീരത്തിനോടൊക്കെ കാണിക്കും. എന്താണ് ക്ഷമിക്കാൻ പറ്റാത്തത്? ഒരിക്കലും ക്ഷമിക്കില്ല. കാരണം നമ്മൾ സംസ്കൃതപരമായിട്ട് മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരു സംഗതി, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ശവ സംസ്കാരം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏൺ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അഭിമാനം എന്നാണ്. അങ്ങനെയാണ്. നല്ലൊരു ശവസംസ്കാരം കിട്ടിയില്ലെങ്കിൽ അയാളുടെ ലൈഫിൽ അർത്ഥമില്ല എന്നുള്ള രീതി, അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം, പൊതുബോധം അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യനെ 110 കഷ്ണങ്ങളാക്കി മുറിച്ച് അതൊരു വാട്ടർ ടാങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 33 ദിവസം അവിടത്തെ ആളുകൾ ഉപയോഗിച്ചത് ഒരു മനുഷ്യന്റെ ശവശരീരത്തിന്റെ അവശിഷ്ടം, അല്ലെങ്കിൽ ഒരു ശവശരീരം മൊത്തമായും കിടക്കുന്ന വെള്ളമാണെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഇൻഫെക്റ്റഡ് ആയിരിക്കണം? അവിടുത്തെ ആളുകളെ പറ്റി, അവിടെ എത്രത്തോളം കുടുംബങ്ങൾ ഉണ്ടായിരിക്കണം, എത്ര പ്രായമായവരുണ്ട്, എത്ര മരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കും, എത്ര കുട്ടികൾ ഉണ്ടായിരിക്കണം, പ്രസവിച്ചു കിടക്കുന്നവർ, ഗർഭിണികൾ ഉണ്ടായിരിക്കണം, എത്ര ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളമാണ് അവരെല്ലാം ഉപയോഗിച്ചത്. ഇവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അത് ആലോചിക്കണം. ഇത്ര ആളുകളെ പറ്റി ചിന്തയില്ലാതെ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി, സ്വന്തം വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്ത ഒരു സ്ത്രീയെ എങ്ങനെ നിങ്ങൾക്ക് ഒരു മനുഷ്യ സ്ത്രീ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മനുഷ്യത്വം കാണിക്കുന്നെന്ന് പറഞ്ഞ് രക്ഷിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വധശിക്ഷ പ്രാകൃതമാണെന്ന് പറയാം, പക്ഷേ ജീവപര്യന്തം അർഹിക്കുന്നു അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പുറത്തു വിടണം, 8 വർഷം കടന്നില്ല, ഇനി പുറത്തു പോട്ടെ എന്ന് പറയാനായിട്ട് ഇവിടെ ആർക്കും അധികാരമുള്ളത്? തീർച്ചയായും യമന്റെ നിയമപ്രകാരം അത് തീരുമാനിക്കുന്നത് ബാധിക്കപ്പെട്ടവരുടെ വീട്ടുകാരാണ്. ഇപ്പൊ നിങ്ങളൊക്കെ കൂടി ഇവിടെ കിടന്ന് ആവേശ കമ്മിറ്റി കാണിച്ചിട്ട് എന്താ ഉണ്ടായ? കാന്തപുരത്തിനെ ഒരാൾ പൊക്കിക്കൊണ്ടുവരുന്നു, ഒരാൾ ചാണ്ടിയുമ്മനെ പൊക്കുന്നു, ഇതിന്റെ ഇപ്പുറത്ത് ഒരു കാര്യമില്ലാണ്ട് പിണറായി വിജയനെ പൊക്കുന്നു, അതിന്റെ ഇപ്പുറത്ത് കേന്ദ്രം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് എന്താ ഉണ്ടായത്? ഇവിടുന്ന് കുറെ ആവേശ കമ്മിറ്റിക്കാർ അറബി അറിയാവുന്നതിന്റെ മേനിയും കൂടെ നടിച്ചുകൊണ്ട് അവിടെ ചെന്ന് ഈ തലാലിന്റെ ബ്രദറിന്റെ ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് അറബിയിൽ നിമിഷപ്രിയനോട് കരുണ കാണിക്കാൻ.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ സഹോദരങ്ങളില്ലേ? നിങ്ങളുടെ സഹോദരനെ ഇതുപോലെ നിങ്ങളൊന്ന് ആലോചിക്കുക, യമനി പൗരയായിട്ടുള്ള ഒരു സ്ത്രീ ഇവിടെ വരുന്നു, ഇതുപോലെ നിങ്ങളുടെ സഹോദരനായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നു, ഒരു സുപ്രഭാതി പുള്ളിനെ കാണാനില്ല, നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടെടുക്കാണ് 110 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടേക്കുന്നത് നിങ്ങളുടെ ബ്രദർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാനവികതയുടെ പേരിൽ അവരോട് ക്ഷമിക്കുമോ? നിങ്ങൾക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ നിങ്ങൾ ക്ഷമിക്കുമെന്ന്? നിങ്ങൾ പറയില്ലേ നിങ്ങളുടെ ബ്രദർ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് നിയമപരമായിട്ട് ശിക്ഷിച്ചൂടെ? കൊല്ലാൻ നിങ്ങൾ ആരാ നിങ്ങൾ ചോദിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ കഷായ ഗ്രീഷ്മ ചെയ്തതും ഈ പറഞ്ഞ പോലെ സാഹചര്യത്തിന്റെ പുറത്ത് ചെയ്തു പോയത്. അവള് പറയുന്നത് അവരുടെ നഗ്നമായിട്ടുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ അവന്റെ ഫോണിൽ ഉണ്ടെന്നും അത് വെച്ച് അവൻ ഭീഷണിപ്പെടുത്തിയെന്നും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവനെ കഷായം കൊടുത്തവൻ കൊന്നു കളഞ്ഞു. അവള് തെറ്റുകാരിയാണല്ലോ നിങ്ങളുടെ മുന്നിൽ, കൊലപാതകയാണല്ലോ. അതെന്താ? കേരളീയല്ലേ, മലയാളിയല്ലേ, ഈ പറയുന്ന നിലനിൽപ്പിന് വേണ്ടി ചെയ്തതല്ലേ? എന്തുകൊണ്ടാണ് അവൾ തെറ്റുകാരിയാവുന്നത്? നിങ്ങളുടെ പൊതുബോധത്തിന് അവളൊരു തെറ്റാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഷാരോണും മലയാളി ആയതുകൊണ്ടോ? യമനി പൗരം കൊല്ലപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ലെന്നാണോ? യമനികൾക്ക് അത് വലുതാണല്ലോ. ഇപ്പൊ പറയുന്ന കാരണവർ കേസ് തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. നല്ല പോലെ പ്ലാൻ ചെയ്ത് കാരണവരെ കൊന്നതാണ്. ഇതേപോലെ ന്യായം വേണമെങ്കിൽ പറയാം, ഷെറിൻ വളരെ മിടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന നല്ല സൗന്ദര്യമുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ കാശില്ലാത്ത വീട്ടിലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് അതിന്റെ മേളിലേക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു, നടന്നില്ല. അപ്പോഴാണ് കാരണവരുടെ വീട്ടില് ബുദ്ധിക്ക് ഒരു സ്ഥിരതയില്ലാത്ത ഒരു പയ്യനെ കൊണ്ട് ഈ പെണ്ണെ കെട്ടിക്കണമെന്ന് പറഞ്ഞ് അവര് വരുന്നത്. കാശ് കൊടുത്ത് ആ പെണ്ണിനെ വാങ്ങി, ആ പെണ്ണിന്റെ സ്വപ്നങ്ങൾ വാങ്ങി, ഇവിടുന്ന് അമേരിക്കയ്ക്ക് കൊണ്ടുപോയി. ഒരു കുട്ടി ഉണ്ടായി. ആഗ്രഹിച്ച ജീവിതമല്ല, ആഗ്രഹിച്ച ഭർത്താവല്ല. അവിടെ നിന്ന് ഒരു മോഷണ കേസിൽ പിടിക്കപ്പെടുന്നു, തിരിച്ച് ഇവിടേക്ക് പറഞ്ഞു വിടുന്നു. ഇവിടെ വന്നതിന് ശേഷം എല്ലാ ആണുങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു. ഒരു സുപ്രഭാതി ഭാര്യയൊക്കെ മരിച്ചതിന് ശേഷം തിരികെ വന്ന കാരണവർ ഇത് കണ്ട് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തപ്പോൾ അത് പിടിച്ചില്ല, ആസൂത്രണം ചെയ്ത് അയാളെ കൊന്നു. എന്നിട്ട് കള്ളന്മാര് കൊന്നാന്നൊക്കെ വരുത്തി തീർക്കാൻ നോക്കിയെങ്കിലും വലിയ മികവൊന്നും ഇല്ലാത്തതുകൊണ്ട് കേരള പോലീസ് പിടിച്ചു. 14 വർഷം ഇപ്പൊ അകത്ത് കിടന്നു. ഇതാ ഇപ്പൊ പുറത്തിറങ്ങാൻ പോവാ. പുറത്ത് വിടട്ടെ, പാവല്ലേ, 14 വർഷം കിടന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അയ്യോ പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് എന്തോ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, കാശ് കൊടുത്ത് മേടിച്ചതല്ലേ കാരണവര് മരണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ പറയുന്ന അവരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ സർക്കാർ, അതില് ഗണേഷ് കുമാർ മന്ത്രിയുണ്ട്, സജി ചെറിയാനുണ്ട്, നമ്മുടെ വീണ ജോർജ് മന്ത്രിയുണ്ട്. ഇവർക്കൊക്കെ നിങ്ങൾ താങ്ക്സ് പറയൂ. ഈ പറയുന്ന ഇവര് പരോളിലാണ് ഇപ്പൊ ഓൾറെഡി ഉള്ളത്. പരോളിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഏതോ ഒരു മന്ത്രിയാണ് വിളിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ആ മന്ത്രിക്ക് നല്ല പേരല്ലോ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. എന്താ മനുഷ്യത്വം ഷെറിനോട് കാണിക്കാത്തത്? നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, കൊലപാതകി എന്ന് പറയുന്നത് കൊലപാതകിയാണ്. ഈ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി കൊല്ലുന്ന പറഞ്ഞ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായി. എല്ലാ കോടതികളും അംഗീകരിക്കുന്ന ഒരേ ഒരു സിറ്റുവേഷനേ ഉള്ളൂ. ഞാനിപ്പോ അൺഫോർച്ചുനേറ്റ്ലി, അതായത് പ്രീ പ്ലാൻഡ് അല്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് പെട്ടുപോകുന്നു, അവിടുന്ന് എന്നെ ഒരാൾ ആക്രമിക്കാൻ വരുന്നു, വേറെ വഴിയില്ലാതെ ഞാൻ അയാളെ ആക്രമിക്കുന്നു, അത് ആ ഡീൽ അയാൾ മരിച്ചു പോകുന്നു. അത് കയ്യബദ്ധം, എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അപ്പോ ചെയ്തത്. അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്ത് 10:30 ഇയാൾ ഇവിടെ വരുമെന്നും ഇയാൾ വരുമ്പോഴത്തേക്ക് ഇയാളെ പതുക്കെ മയക്കി കിടത്തിയിട്ട് ഇത് വെച്ച് അറക്കാമെന്നും പറഞ്ഞ് ആ കത്തിയും കൈ പിടിച്ചുകൊണ്ട് വരുന്ന ഒന്നും സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു നേഴ്സായ നിമിഷപ്രിയക്ക് കൃത്യമായി അറിയാം എത്ര ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ തലാല് മയങ്ങും, എത്ര ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലാം എന്നുള്ളത്. കാരണം അവര് ഈ പറയുന്ന ആള് മരിച്ചതിന് ശേഷം മറ്റാളെ വിളിച്ചിട്ട് ഇതെങ്ങനെ ഒളിപ്പിക്കാന്നല്ലേ നോക്കിയത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരാൾ ഇതൊന്നും ചെയ്യില്ല. കാരണം അത് നിയമത്തിന് മനസ്സിലാവും, ഏത് രാജ്യത്തെ നിയമത്തിനും മനസ്സിലാവും. നിയമപരമായി നിമിഷപ്രിയ പോലും ഇതുവരെ ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ ആരും അത് കേട്ടിട്ടുമില്ല. ഈ പറയുന്ന നിങ്ങൾ മനോരമ ഓൺലൈനിൽ പോയിട്ട് ഇപ്പൊ അടിച്ചു നോക്കിയാലും നിമിഷപ്രിയ ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണാം. ഉദയസൂര്യന്റെ ചിത്രമാണ് വാട്സപ്പ് DP എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. ഉദയസൂര്യൻ എന്ന് പറയുന്നത് അവനവന് മാത്രം ഉണ്ടായാൽ പോരാ, മറ്റൊരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന ആളുകൾക്ക് എന്ത് മനുഷ്യാവകാശം ഉള്ളത്? ഞാൻ ഈ മനുഷ്യാവകാശക്കാരുടെ ഒന്നും കൂടെ ഒന്നുമല്ല, മനസ്സിലായില്ലേ? ഈ പറയുന്ന കൊല്ലപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും ജീവിക്കാൻ ഇവിടെ അവകാശം ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടത് നീതിയാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ നാടുകളിലും പോലീസും കോടതിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ വർഷാവർഷം ഇതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സ്വയമായിട്ട് ഒരാൾ ഇതൊക്കെ കയ്യിലെടുക്കാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാഹചര്യം എന്നൊരു ഓമന പേരിട്ട് കൊടുത്താൽ എല്ലാ കൊലപാതകക്കും പറയാനുണ്ടാവും ഒരു കഥ. അയാൾ ഈ കൊല ചെയ്യാൻ ഇതാണ് കാരണം. അപ്പൊ ഇത് വേറൊരു രാജ്യത്തെ ജയിലിലായി പോയത് കൊണ്ട് തെറ്റല്ല എന്നൊന്നും ആവില്ല. മരിച്ചത് അവരുടെ ആളായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിമിഷപ്രിയയ്ക്ക് പകരം വല്ല പീതാംബരണം വെച്ചായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ? ഞാൻ പറയാ, ജെൻഡർ ഒന്ന് മാറ്റി നോക്കിയേ. ആണായിരുന്നെങ്കിലോ? അവിടുത്തെ ഒരു പെണ്ണിനെ ഇതുപോലെ വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് 30 ദിവസം കഴിഞ്ഞ് പിടിക്കപ്പെടുക. നിങ്ങൾ പറയോ അയ്യോ മലയാളിയല്ലേ പീതാംബരനെ ഇങ്ങ് പോരെ, മനുഷ്യത്വം കാണിക്കുന്നു പറയോ? ഇല്ല. ഒരു സ്ത്രീയെ കൊന്ന അവനെ ഒരു രീതിയിലും വിടരുതെന്ന് പറഞ്ഞ് ഇവിടുത്തെ എന്താ പറയാ, പ്രത്യേകിച്ച് ഇവിടുത്തെ പെണ്ണാണെന്നുണ്ടെങ്കിൽ തീർന്നു. നമ്മുടെ ഏതെങ്കിലും ഒരു പെണ്ണാണെങ്കിലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യുള്ളൂ. ഇതിപ്പോ ഒരു സ്ത്രീയായി പോയതുകൊണ്ടും മലയാളിയായി പോയതുകൊണ്ടും ഒരു കൊലയാളിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. തലാലിന്റെ കുടുംബം ക്ഷമിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ വേറെ ഇതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. അവരുടെ നിയമം അങ്ങനെയാണ്. നമ്മുടെ നിയമം പോലെ അല്ല. നമ്മുടെ നിയമത്തിൽ ആരാ ശിക്ഷിക്കപ്പെടുന്നേ? ഏത് കൊലയാളിയെ ശിക്ഷിക്കപ്പെടുന്നേ? ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജീവപര്യന്തം 14 വർഷമാണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാ? ശരിക്കും പറഞ്ഞാൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെ ജയിലിൽ കിടക്കാന്ന് തന്നെയുള്ളൂ. ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ വാക്കൊന്നുമില്ല. ഒറ്റ ജീവപര്യന്തം എന്ന് വെച്ചാൽ മനുഷ്യൻ എന്താ 2 മരണമുണ്ടോ? ഒറ്റ മരണമുള്ളൂ. അപ്പൊ എനിക്കൊരു ജീവപര്യന്തം കിട്ടിയാൽ ഞാൻ മരിക്കണം വരെ, ഞാൻ ചത്തിട്ട് എന്റെ ശവം അവിടെ നിന്ന് എടുത്തിട്ട് പോകും, അതുവരെ ഞാൻ പുറലോകം കാണില്ല. അതാണ് ജീവപര്യന്തം. പക്ഷെ ഇവിടെ എന്താ നടക്കണേ? ഇവിടെ ജീവപര്യന്തം വിധിച്ചിട്ടുള്ള എല്ലാ 6 പേരെ കൊന്നാലും 10 പേരെ കൊന്നാലും എത്ര കഠിന കുറ്റവാളിയാണെങ്കിലും ഒരു സർക്കാർ അത് 14 വർഷം ആകുമ്പോഴത്തേക്ക് ഇവരെ അങ്ങ് അപ്പീൽ കൊടുത്ത് ഇറക്കി വിടുക. നല്ല നടപ്പ്, ജീവിക്കാനുള്ള അവകാശം, അങ്ങനെ പല 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 കാര്യങ്ങളാണ്. കഴിഞ്ഞ തവണ ഇറങ്ങിപ്പോകുന്നത് ആലുവയിൽ 6 പേരെ കൊന്ന വ്യക്തിയാണ്.
എത്ര പേരെങ്ങനെ പോരുന്നു? സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന ആളെ വരെ ഇറക്കി വിട്ടു. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയോ നീതി നടക്കുന്നില്ല. മരിച്ചു പോയവർക്കൊന്നും മനുഷ്യാവകാശം ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? അവര് മരിച്ചു പോയതുകൊണ്ട് അവർക്ക് ഇതൊന്നും പറയാനായിട്ട് ഇനി വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. തലാലിനും മനുഷ്യാവകാശം ഉണ്ടായിരുന്നു. തലാല് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് യമൻ ഭരണകൂടമാണ്, യമന്റെ നീതിന്യായ വ്യവസ്ഥയാണ്, അല്ലാതെ നിമിഷപ്രിയല്ല. നിമിഷപ്രിയ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാൻ പറയുന്നത് വധശിക്ഷയൊന്നും പ്രാകൃതമാണ് എന്ന് തന്നെ ഞാൻ അഭിപ്രായപ്പെടുന്നു. പക്ഷേ ജീവപര്യന്തമെങ്കിലും നിമിഷപ്രിയ അർഹിക്കുന്നു. ഈ പറയുന്ന തെറ്റ് ചെയ്യുന്ന മറ്റൊരാളുടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കണമെന്ന് വിചാരിക്കുന്ന എല്ലാവരും അർഹിക്കുന്നു. അതിനെ നിങ്ങൾ എങ്ങനെ വിളിപ്പിക്കാൻ നോക്കിയാലും അത് വിളിക്കില്ല. നിങ്ങൾക്ക് ന്യായം പറയാം. കൊല്ലപ്പെട്ട ഒരാൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാളാണെന്ന് വിചാരിക്കുന്ന അവിടം വരെ നിങ്ങൾക്ക് ന്യായം പറയാം. അതിന്റെ അപ്പുറത്തേക്ക് മതം, ഇതിനകത്ത് മതം ആയിക്കോട്ടെ, വേറെ ദേശീയത ആയിക്കോട്ടെ, ഒന്നും ഒരു മാനദണ്ഡമല്ല. മനുഷ്യത്വം മാത്രം പിടിച്ചാൽ മതി. മനുഷ്യത്വം മാത്രം എടുത്താൽ ആസൂത്രിതമായ ഒരാളെ കൊല ചെയ്ത് അയാളുമായോ ഇവരുമായോ യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാരുടെ കുടിവെള്ളം വരെ 33 ദിവസം ഇൻഫെക്റ്റഡ് ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു വ്യക്തി മനുഷ്യനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ വിഷമാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. ഇതാണ് എന്റെ അഭിപ്രായം. ഞാൻ നിമിഷപ്രിയയ്ക്കും ഒപ്പമല്ല, ഷെറിനും ഒപ്പമല്ല. കൊലപാതകി തന്നെയാണ്. നീതി, ന്യായം എന്നിവ ഈ പറയുന്ന പല മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാറ്റാനുള്ളതല്ല. ഒറ്റ നീതിയുള്ളൂ മനുഷ്യൻ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ഒറ്റ നീതിയുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ തന്നെ സംഭാവനകളുടെ കാര്യം മറക്കണ്ട. അഡ്വർടൈസ്മെന്റ് ചെയ്യാനും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ദയവ് ഇത് കോൾ വിളിക്കരുത്. എന്നെ വിളിച്ച് തെറി വിളിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ കോൾ എടുക്കലില്ല. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് സംസാരിക്കാം. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.